ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നും ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ലൈവ് നടത്തുന്നുണ്ട്. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയ്ക്ക് മേലെയായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. മനസ്സിൽ എന്ത് വരുന്നോ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും കേട്ടോ. അതാണ്. പിന്നെ ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള ബാൽക്കണിയാണ്. ഇത് ഞങ്ങളുടെ ഗാർഡനാണ് കേട്ടോ. ഇവിടെ വന്നിരുന്ന അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടും. പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു കാലാവസ്ഥയാണ് പുറത്ത്. പിന്നെ ബെഡ്റൂമിനോട് ചേർന്നൊരു ബാൽക്കണി ഉണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ റീൽസൊക്കെ മിക്കവാറും ഷൂട്ട് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം. സെയിം സ്പോട്ടിൽ വെച്ചാണ് എൻ്റെ റീൽസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാറ്. ഇടയ്ക്കെങ്ങാനും ചെറിയ മാറ്റം വന്നാലായി. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കരയെ മുഴുവൻ സങ്കടത്തിലാക്കി, മനസ്സിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി നമ്മുടെ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നവാസ്ക അല്ലേ. ഏകദേശം ഇന്നിപ്പോൾ 10 ദിവസമാകുന്നു നമ്മളെ വിട്ടുപോയിച്ചിട്ട്. അപ്പോൾ സാറിൻ്റെ മരണം, എനിക്ക് സാറിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു സിനിമാ നടൻ, ഒരു മിമിക്രിക്കാരൻ എന്നതിലുപരി എനിക്ക് സാറിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു അപ്പനാണ്, പിന്നെ ഭാര്യയും മക്കളും ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ്. അതൊക്കെ എനിക്കറിയാമായിരുന്നു. അല്ലാണ്ട് പാട്ട് പാടുമെന്നറിയായിരുന്നു. പക്ഷെ ഞാൻ അധികം സാറിൻ്റെ പാട്ടൊന്നും അങ്ങനെ കേൾക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുപോലെ തന്നെ ഒരു സിനിമാ നടനോടുള്ള ഒരു സ്നേഹം, അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷെ സാറ് മരിച്ചു എന്ന് ഞാൻ അറിയുന്നത് ഒരു ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പം സാറിൻ്റെ മരണവാർത്ത കേട്ടപ്പം ഞാൻ മൊബൈൽ തുറന്നപ്പോഴേ കാണുന്നത് നവാസ്ക നമ്മളെ വിട്ടുപോയി എന്നുള്ളൊരു ന്യൂസാണ് കാണുന്നത്. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ടപ്പോൾ മനസ്സിലെന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നവാസ്കയുടെ ഖബറടപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ മനുഷ്യന്മാരുടെ വിങ്ങിപ്പൊട്ടുന്ന ആ ഒരു ഹൃദയം നമുക്കതിൽ കാണാൻ പറ്റും കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കൂടുതൽ നവാസ്കയെക്കുറിച്ച് അറിയാൻ ഇങ്ങനെ എന്നെ പറയണം മൊബൈലിലോ യൂട്യൂബിൽ കൂടെയും ഒക്കെ ഞാൻ നവാസ്കയെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ അറിയാൻ ശ്രമിച്ചു കേട്ടോ. ആ ഇടയ്ക്കാണ് ഈഴ എന്ന മൂവി മിനിഞ്ഞാന്നാണ് റിലീസായത്. നവാസ്കയുടെ സ്വന്തം ഭാര്യ രഹനയുടെയും അവരുടെ ഒരുമിച്ച് അഭിനയിച്ച ആ ഒരു മൂവി, ഇഴ എന്ന് പറഞ്ഞ മൂവി ഞാൻ മിനിഞ്ഞാന്ന് ഇരുന്ന് കണ്ടു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല, ഇവരോടുള്ള ആ ഒരു ഇഷ്ടം എനിക്ക് കൂടുകയാണ് കേട്ടോ ഓരോ ദിവസം. ഇതിപ്പം നവാസ്കയുടെ മരണശേഷം എനിക്ക് നവാസ്കയുടെ ആ ഒരു ബഹുമാനവും ആദരവും ഇഷ്ടമൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരി നവാസ്ക പാടി അഭിനയിച്ച നവാസ്കയും രംഗത്താത്തയും സ്വന്തം ഭാര്യയും അവർ പരസ്പരം അഭിനയിച്ച് നവാസ്ക പാടിയ ഒരു ആൽബം സോങ് ഉണ്ട്, മറന്നുവോ സഖി എന്ന് പറഞ്ഞൊരു ആൽബം സോങ്. അതും എന്നാ പറയേണ്ടത്, നവാസ്കയുടെ മരണശേഷമാണ് ആ ഒരു ആൽബം സോങ്ങും ഇത്ര ഫേമസ് ആയത്. അപ്പം ഇതിപ്പോൾ ഞാൻ ഈ ആൽബം സോങ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം നവാസ്കയുടെ മരണശേഷമാണ് ഞാനും കേട്ട് തുടങ്ങിയത്. അപ്പം ഞാനിപ്പോൾ മിക്കവാറും സ്റ്റാറ്റസ് ഇടാറുണ്ട് വാട്സപ്പിൽ, കേൾക്കാത്തവരൊക്കെ കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ സാറിൻ്റെ ഈ ഒരു മൂവി കണ്ടപ്പോഴും സാറിൻ്റെ ഈ ഒരു ആൽബം സോങ് കണ്ടപ്പോഴും എനിക്കറിയത്തില്ല സാറിനോടുള്ള ആ ഒരു ഇഷ്ടം എത്രമാത്രം. എനിക്കിത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണം എന്നറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പിന്നെ ആ ഒരു ആൽബം സോങ്ങിൻ്റെ താഴെ ഭാഗത്തുള്ള കമൻറ്റൊക്കെ ഞാൻ കുറേ വായിച്ചു നോക്കി. അപ്പോൾ അതിലൊക്കെ പറഞ്ഞേക്കുന്നു ഞാൻ കണ്ടു കേട്ടോ. ഈ ഒരു ആൽബം സോങ് സാറ് പാടിക്കഴിഞ്ഞ ശേഷം സ്വന്തം ഭാര്യയെ രഹനത്താത്തനെ വിളിച്ചേച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, രഹന, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ആൽബം സോങ് പാടിയേക്കുന്നത്. ഇതിലുള്ള ഓരോ വരികളും നിന്നെ ഉദ്ദേശിച്ചാണ് പാടിയത്. സ്വന്തം പ്രിയതമയ്ക്ക് വേണ്ടി പാടിയ ഒരു ആൽബം. ഞാനിങ്ങനെ വിചാരിക്കും, ആ ഒരു സാറിൻ്റെ ഈ മരണശേഷം രംഗത്താത്ത ഈ ഒരു ആൽബം സോങ് കേൾക്കുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നല്ലേ. എനിക്ക് തന്നെ ഇവിടെ ഇരുന്നിട്ട് ഒട്ടും ഇതിങ്ങനെ പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. എൻ്റെ നെഞ്ചിങ്ങനെ വീങ്ങി പൊട്ടുകയാണ്. ഞാൻ ആ ഒരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പം നമുക്ക് മനസ്സിലാകും ആ ഒരവസ്ഥ. അങ്ങനെ നവാസ്കയുടെ ഖബറടക്കമൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞ് ഈ ഇടയ്ക്ക് അറിയാൻ കഴിഞ്ഞു രംഗത്താത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നെന്നും BP ഒക്കെ ലോയായി. തൻ്റെ പ്രിയതമൻ്റെ ആ ഒരു മരണവാർത്ത ഇതുവരെയും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഡിസ്ചാർജ് ആയെന്നും ഇപ്പം 90 ദിവസം മതപരമായ ഒരു രീതി എന്ന നിലയ്ക്ക് ഇത് ഓപ്ഷനിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഭർത്താവിനുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു പാത്രം എന്ന നിലയ്ക്ക് 90 ദിവസം സ്ത്രീകൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. അതായത് ഇഷ്ടമുള്ളവർ കേട്ടോ, താല്പര്യമുള്ളവരാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ.
90 ദിവസം റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. പുറത്തുള്ള ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകത്തില്ല. മകൾക്ക് മാത്രം റൂമിലോട്ട് പ്രവേശിക്കാം എന്നാണ് ഇങ്ങനെ അറിഞ്ഞത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ 90 ദിവസം ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പം നമുക്കിപ്പോൾ നമ്മളൊന്ന് മൊബൈൽ ഓപ്പൺ ചെയ്താൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു നവാസ്കാരുടെ മരണത്തെക്കുറിച്ചും ഈ ഒരു ആൽബം സോങ്ങൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനും വിചാരിക്കുക, എങ്ങനെ ഇറങ്ങണത്താത്ത ഇത് സഹിക്കുന്നു ഇത് കാണുമ്പോൾ. ആ ഒരു മൂമെൻറ്റ് ഷൂട്ട് ചെയ്ത ആ ഒരു സമയവും കാര്യങ്ങളും പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോ നിമിഷങ്ങളും ഒക്കെ ആ ഒരു സമയത്ത് ഓർമ്മ വരത്തില്ലേ. ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇന്നലെയാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ അറിഞ്ഞത്, നിങ്ങൾ 90 ദിവസം റൂമിനുള്ളിൽ തന്നെ ഇരിക്കും എന്നുള്ള ആ ഒരു കാര്യം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ. നമുക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു വിയോഗം. ഈ ഒരു പാട്ട് കേൾക്കുമ്പം കരയാത്ത ആൾക്കാരുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം വിങ്ങിപ്പെട്ടുവാണ് മനസ്സ്. അപ്പം ആ ചേച്ചി ഇതിങ്ങനെ സഹിക്കുമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു ആൽബത്തിൻ്റെ അടിയിൽ ഇട്ട കമൻറ്റൊക്കെയാണ് ഞാൻ കുറേ വായിച്ചു. എല്ലാവരും എന്നാ പറയേണ്ട, ഒരു നെഗറ്റീവ് കമൻറ്റ് ഒന്നും അതിനകത്ത് കണ്ടില്ല കേട്ടോ. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണയായി ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, എന്താ പറയുക, എന്തൊക്കെയാണെങ്കിലും നമ്മളത് ഓവർകം ചെയ്തേ പറ്റുള്ളൂ എന്ന് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെ പറഞ്ഞാലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴാണ് കേട്ടോ ഈ ഒരു നഷ്ടത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ താത്തയുടെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയപ്പം എനിക്കൊന്നും എന്നാ പറയണ്ടേ, സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അന്ന് ഞാൻ വിചാരിച്ച ചേച്ചി അത് എങ്ങനെ സഹിക്കുന്നെന്ന്. കാരണം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത്ര സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബജീവിതമായിരുന്നു അത്. ഫാമിലി ലൈഫായിരുന്നു അവരുടെ. സ്നേഹത്തിന് സ്നേഹം, സന്തോഷത്തിന് സന്തോഷം, എല്ലാം അടങ്ങിയ ഒരു കുടുംബജീവിതം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊരു നഷ്ടപ്പെടൽ അതൊരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഇനി നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, രഗണത്താത്തായ്ക്കും മക്കൾക്കും ആ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാം ഓവർകം ചെയ്ത് അവർ തിരിച്ചു വരാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ജസ്റ്റ് ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്ത് വന്ന് പറഞ്ഞതല്ല കേട്ടോ. ആകെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ആൽബം സോങ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ ബൈ ഹാർട്ട് എനിക്കറിയാം, എന്നാലും ചിലയിടങ്ങളിൽ എനിക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു വരി പോലും തെറ്റാണ്ട് പാടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാനിതിവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു ആൽബം സോങ് നിങ്ങളുടെ മുമ്പ് ജസ്റ്റ് ഒന്ന് പാടുകയാണ് കേട്ടോ. എനിക്കറിയില്ല എത്രമാത്രം ശരിയാകുമെന്ന്, എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം കേട്ടോ. മറന്നുവോ സഖി പഴയൊരു നടവഴി, അറിയുമോ സഖി വിരഹമെന്നൊരു വിധി, പ്രാണൻ പോകുന്ന പോലടി കണ്ണടഞ്ഞാലുമിൻ മണി, ആരേരാരോ നീയാരടി, മറന്നുവോ സഖി പഴയൊരു നടവഴി, ദൂരങ്ങൾ കൂടുന്നുവോ നമ്മളിൽ, നേരം കഴിയുന്ന നേരങ്ങളിൽ, നടന്ന പാതയിൽ നനഞ്ഞ കൺകളിൽ, താനേ താനേ പൂക്കുന്ന പൂവാണു നീ, വീണ്ടും വീണ്ടും കായ്ക്കുന്ന മരമാണു നീ, ആരും കാണാത്തൊരറയാണ് നീ, കണ്ടില്ലാത്തൊരു കഥയാണ് നീ, മറന്നുവോ സഖി പഴയൊരു നടവഴി, അറിയുമോ സഖി വിരഹമെന്നൊരു വിധി. അപ്പോൾ അത്രേ ഉള്ളൂ. പറ്റുന്നവരൊക്കെ ഈ ആൽബം സോങ് ഒന്ന് ജസ്റ്റ് കയറി കാണണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്. എല്ലാവരും നമസ്കാരയുടെ ആത്മാവിന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കുക കേട്ടോ. ഓക്കെ ദെൻ. മറന്നുവോ സഖി പഴയൊരു നടവഴി, അറിയുമോ
ദൂരങ്ങൾ കൂടുന്നുവോ നമ്മളിൽ, നേരം കഴിയുന്ന നേരങ്ങളിൽ, നടന്ന പാതയിൽ നനഞ്ഞ കൺകളിൽ, താനേ താനേ പൂക്കുന്ന പൂവാണു നീ, വീണ്ടും വീണ്ടും കായ്ക്കുന്ന മരമാണു നീ, ആരും കാണാത്തൊരറയാണ് നീ, കണ്ടില്ലാത്തൊരു കഥയാണ് നീ, മറന്നുവോ സഖി പഴയൊരീ നടവഴി, അറിയുമോ സഖി വിരഹമെന്നൊരു വിധി. അപ്പോൾ അത്രേ ഉള്ളൂ. പറ്റുന്നവരൊക്കെ ഈ ആൽബം സോങ് ഒന്ന് ജസ്റ്റ് കയറി കാണണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്. എല്ലാവരും നമസ്കാരയുടെ ആത്മാവിന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കുക കേട്ടോ. ഓക്കെ ദെൻ.